14-ാം തീയതി ഞായറാഴ്ച പെരുന്നാളിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇന്നലെയും ഇന്നും വരും ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള റാസുകളുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. ഈ വർഷത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം ഈ പെരുന്നാളിനുള്ളത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാബ തിരുനാളുകൊണ്ട് കുരിശനാട് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തെ പരിശുദ്ധ സ്തേഫാനോസ് സഭയുടെ നാമത്തിലുള്ള സഭയിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ മാർച്ച് മാസം അതിന്റെ കൽപ്പന ലഭിച്ചുവെങ്കിലും ഈ പെരുന്നാളിനോട് ചേർന്നാണ് ഇതിന്റെ തീർത്ഥാടന പ്രഖ്യാപന സമ്മേളനവും ആഘോഷവും അതിനോടനുബന്ധിച്ചുള്ള വിളംബര റാലിയും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഈ ദേശത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും ഈ കുരിശനാട് ദേവാലയമാണ് ആദ്യത്തെ സ്തേഫാനോസ് സഭയുടെ നാമത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത്. ഒരുപക്ഷെ വിശുദ്ധ വേദവസം വളരെ വ്യക്തമായിട്ട് സാക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായത്തിൽ ആരാണ് സ്തേഫാനോസ് സഹോദരൻ സഭയിലെ പ്രഥമ രക്തസാക്ഷി അല്ലെങ്കിൽ ആദ്യത്തെ കടിഞ്ഞൂലായ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കും. വളരെ സ്തുത്യർഹമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതമാണ് സ്തേഫാനോസ് സഹോദരൻ തന്റെ ജീവിതകാലഘട്ടത്തിൽ നിർവഹിക്കുന്നത്. ദിവസത്തിൽ തന്നെ തനിക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ പീഡനങ്ങളിൽ എല്ലാം തളർന്നു പോകാതെ അവിടെയൊക്കെ വളരെ ശക്തമായിട്ട് ദൈവമഹത്തേക്ക് നോക്കി, സ്വർഗത്തേക്ക് നോക്കി ആ ദൈവമഹത്വം ദർശിക്കുന്ന, അവിടെ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി, പരിഹസിക്കുന്നവർക്ക് വേണ്ടി, പ്രതിസന്ധിയിലാക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ പാപങ്ങൾക്ക് നിർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരയുടെ ചിത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കൃത്യമായിട്ട് കാണാനായിട്ട്. കൂട്ടുകുത്തി കൈകൾ വിരിച്ച് മുന്നോട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം അതാണ് വ്യക്തമാണ്. അതാണ് പ്രവൃത്തി 7-ാം അധ്യായം 55-ാം വാക്യത്തിൽ വളരെ മനോഹരമായിട്ട് വ്യക്തമാണ്. സ്തേഫാനോസ് സഹോദരന്റെ മദ്രസയിൽ ഉള്ള ഈ ദേവാലയം അനേക ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. അത് സ്വദേശത്തും വിദേശത്തു നിന്നൊക്കെയായി വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും പ്രാർത്ഥന കൂടി കടന്നു വന്ന് അവർക്ക് അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സ്ഥലത്തിന് സെന്റ് സ്റ്റീഫൻസ് മൗണ്ട് എന്ന കൃത്യമായിട്ട് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പുരാതനമായിട്ട് വൈപ്പിൻ കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. വൈപ്പിൻ കുന്നിലെ ദേവാലയം നിങ്ങൾ കയറി കാണുമ്പോൾ തന്നെ അറിയാം. 72 പടികൾ ഈ ദേവാലയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 72 പടികൾ എന്ന് പറയുമ്പോൾ തന്നെ 72 അറിയിപ്പുകാരുടെ ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. പബ്ലിക്കായിട്ട് നോക്കുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഈ പടികൾ കയറിയാണ് പ്രദർശനമായിട്ട് ദേവാലയത്തിലേക്ക് അനേക ആയിരങ്ങൾ കടന്നു വരുന്നത്. ഈ വർഷത്തെ പെരുന്നാളിനോട് ചേർന്ന് 20-ാം തീയതി ശനിയാഴ്ച കടമ്പനാട് സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്ന് ഒരു വിളംബര റാലി ആരംഭിക്കുന്നു. തീർത്ഥാടന പ്രഖ്യാപനത്തോട് ചേർന്നാണ് വിളംബര റാലി ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കടമ്പനാട് ദേവാലയമാണ് ഈ ദേവാലയത്തിന്റെ മൂല ദേവാലയം അല്ലെങ്കിൽ മൂലകുടുംബം എന്നൊക്കെ പറയുന്ന പോലെ മാതൃദേവാലയം. ചരിത്രം കൃത്യമായിട്ടും നോക്കുമ്പോൾ നിലയ്ക്കിൽ നിന്ന് അവിടുത്തെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിലയ്ക്കിലുള്ള ക്രൈസ്തവ സമൂഹം കടമ്പനാട്ടിലേക്ക് കുടിയേറുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നു. അവിടെ നിന്ന് തുമ്പുകൺ വഴി ഇവിടെ പൂർവികന്മാർ വന്ന പാർക്ക് എന്നുള്ളതാണ് അതിന്റെ ചുരുക്കമായിട്ടുള്ള ചരിത്രം. അതുകൊണ്ടാണ് കടമ്പനാട് ദേവാലയത്തിൽ ഈ വർഷത്തെ വിളംബര റാലി ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ അതിനുശേഷം കുംഭകോൺ വഴി ഇവിടേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ ദൂരക്കൂടുതലൊക്കെ വെക്കുമ്പോൾ പല ശുശ്രൂഷയ്ക്കായാലും ഇത്രയും ദൂരമൊക്കെ പോകുന്ന അന്നത്തെ കാലഘട്ടത്തിൽ പ്രയാസമില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറുമ്പോൾ കൂടുതൽ പ്രയാസം ക്ലേശം. അതുകൊണ്ട് ഇവിടെ ഇത്രയും ജനവിഭാഗങ്ങൾ ഒരുമിച്ച് പാർക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ ദേവാലയത്തിലെ ശുശ്രൂഷ എല്ലാം സ്വീകരിച്ചിട്ടാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടമ്പനാട് ദേവാലയത്തിൽ നിന്ന് അതൊരു കണ്ണങ്കോട്, പുത്തനല്ലൂര്, അതൊരു കണ്ണങ്കോട്, ആനന്ദപ്പള്ളി, ഇതുവഴി പട്ട സെന്റ് ജോർജ്, വയലിന് പടിഞ്ഞാറ് ദേവാലയം, തൊടുപുഴ സെന്റ് മേരീസ് കത്തീഡ്രൽ വഴി പന്തളം കുരമ്പാല സെന്റ് തോമസ് വലിയപള്ളി, കോഴിക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി, ഈ ദേവാലയങ്ങൾ കൃത്യമായിട്ട് വഴി വന്ന് അവരുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാണ് ഇവിടേക്ക് വിളംബര റാലി കടന്നു വന്നത് പൂർത്തീകരിക്കുന്നത്.
21 തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാന തുടർന്ന് അഭിനയ തിരുവനന്തപുരം വിശുദ്ധ കുർബാനയിലെ പ്രധാന വഹിക്കും. അതിനെ തുടർന്ന് തീർത്ഥാടന പ്രഖ്യാപന സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ടി.എം. ജോമാർ MLA, അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി MP തുടങ്ങിയവർ സംബന്ധിക്കുന്നു, പ്രധാന സന്ദേശം നൽകുന്നു. ഭദ്രാസന സെക്രട്ടറി P.K. കുരിശ്ശേരി ഉൾപ്പെടെയുള്ള പ്രമുഖ ആശംസകൾ അർപ്പിക്കുന്നു. വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോട്ടീസ് പ്രതിപാദിച്ചിട്ടുണ്ടെന്ന്. തീർത്ഥാടന പ്രഖ്യാപന സമ്മേളനം അടുത്ത ഞായറാഴ്ചയാണ് കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ 22, 21, 24 തീയതികളിൽ വചന ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട്. സഭയെ സംബന്ധിച്ച് ഈ വർഷം വിശുദ്ധ 3 നോമ്പ് വരുന്ന ദിവസങ്ങളാണ്. ഈ 22, 23, 24 ദിവസങ്ങൾ. 22 മുതൽ 25 വരെയാണ് 3 നോമ്പിന്റെ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും പ്രധാനപ്പെട്ട തോമസ് ശാമുവേൽ കടയിൽ കോർപ്പിസ്കോപ്പ ജോസഫ് സാമുവേൽ കടയിൽ കോർപ്പിസ്കോപ്പ അച്ഛനാണ് വചന ശുശ്രൂഷ നടത്തുന്നത്. 22 തീയതി. 23 തീയതി 3 നോമ്പിന്റെ മധ്യാഹ്ന നോമ്പ് എന്ന് പറയുന്നത് 2 നോമ്പെന്ന് നിങ്ങൾ പണ്ട് കാലങ്ങളിൽ വിളിക്കുന്നതാണ്. അന്ന് രാവിലെ മുതൽ ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട്. രാജിവെച്ചാണ് ധ്യാനം നയിക്കും. അന്നേ ദിവസം തന്നെ വസന്തറാസ മുഖമുള്ള കുരിശടിയിൽ നിന്ന് ആരംഭിച്ച് ദേവാലയത്തിൽ സമാപിക്കും. 24 തീയതി ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛനാണ് അതിന് ശുശ്രൂഷ നടക്കുന്നത്. 25 തീയതി രാവിലെ കുർബാനയോട് ചേർന്ന് 3 നോമ്പ് സമാപനം. അന്ന് വൈകിട്ട് 5:30 സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് വളരെ അനുഗ്രഹകരമായിട്ട് ഒരു വർഷം ആരംഭിച്ച തീർത്ഥാടക സമൂഹത്തിന്റെ ഒരു സംഗമം ക്രമീകരിച്ചു. ഈ ഇടവയുടെ അഭിമാനം തിരുവനന്തപുരം ഭദ്രാസനാധിപനുമായ അഭിനന്ദ ഡോക്ടർ ഡബ്ല്യു മാർഗോണിസ്ഥിതി മനസ്സുകൊണ്ട് ഈ തീർത്ഥാടന സംഗമം ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ വർഷം ഇവിടെ പല ദേവാലയങ്ങളും വിവരങ്ങളും ഒക്കെ ആളുകൾ വ്യക്തികളായിട്ട് വന്നവരുണ്ട്, ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ളവരുണ്ട്. ഈ വർഷവും തീർത്ഥാടക സംഗമം ക്രമീകരിക്കുന്നു. 26 തീയതി രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ അഞ്ചിമേൽ കുർബാനയും കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അതോടെ ചേർന്ന യുവതി പെരുന്നാൾ പതിപ്പിന്റെ പ്രകാശനം, സീനിയർ ഫോറം വനിതാ ഫോറം സമ്മേളനം, ചികിത്സാ സഹായം, കൂടാതെ സിസ്റ്റമിന്റെ ഡോക്യുമെന്ററി പ്രകാശനം, സീനിയർ ശുശ്രൂഷകരാണ് ഈ കാര്യങ്ങളാണ് 26 തീയതി രാവിലെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം പിതൃസ്മൃതി വാങ്ങിപ്പോയ എല്ലാവരുടെയും സെമിത്തേരിയിൽ ശ്രമിക്കുന്ന കല്ലറകള കൃത്യമായിട്ട് നിർവാഹം നടത്തി പിതൃസ്മൃതി ക്രമീകരിച്ചിരിക്കുന്നു. അതേ തുടർന്ന് പ്രവാസി സംഗമം ക്രമീകരിച്ചിരിക്കുന്നു. 26 തീയതി വൈകിട്ട് 5 മണിക്ക് സന്ധ്യാ നമസ്കാരം തുടർന്ന് ഭക്തി നിർഭരമായിട്ടുള്ള റാസം. ഇവിടുത്തെ പ്രത്യേകതയാണ് ഓരോ വർഷവും ഓരോ ഭാഗങ്ങളിലെ റാസം ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്രാവശ്യം ഇതിന്റെ വിശദമായിട്ടുള്ള റൂളൊക്കെ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അനേകായിരങ്ങൾ സംബന്ധിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു വാസയാണ്. 27 തീയതി പ്രധാന ദിവസം രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും ശങ്കര ഭദ്രാസനാധിപന തിരുമേനിയുടെ പ്രധാന കാലഘട്ടത്തിൽ കുഞ്ചിങ്ങൽ കുർബാനയും, അതേ തുടർന്ന് വികാരിമാരായിരുന്ന നവാഭിഷിക്തരായിട്ടുള്ള മധ്യമനീസ് കോർപ്പിസ്കോപ്പാച്ചനും ഗവൺമോൾ കോർപ്പിസ്കോപ്പാച്ചനും ആദരവ് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ സെന്റ് സ്റ്റീഫൻസ് അവാർഡ് ദാനം പടിഞ്ഞാറ് ഭാഗം ജനപ്രസ്ഥാനം ക്രമീകരിക്കുന്നതാണ്. ഈ പ്രാവശ്യം ഇതിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സിസ്റ്റർ റേച്ചലാണ്. ഈ അച്ചാരത്ത് വൃക്ഷരോഗികളുടെ വൃക്ഷരോഗമില്ലാത്ത കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്ന ഒരു സ്കൂളിൽ കൃത്യമായി പ്രവർത്തിക്കുന്നു. വലിയ ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്ററിനാണ് അത് കൊടുക്കുന്നത്. യുവദീപ്തി പുരസ്കാരം പള്ളിഭാഗം ജനപ്രസ്ഥാനം ക്രമീകരിക്കുന്നത് ഒരു മുഖവരിയില്ലാത്ത ശ്രീ ബെന്യാമിനാണ്. കാരണം ബെന്യാമിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കാതെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നല്ല സാഹിത്യകാരനാണല്ലോ. ആടുജീവിതം എന്നുള്ള പുസ്തകത്തിൽ കൂടി വളരെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ബെന്യാമിനെ സംബന്ധിച്ച് ഈ പുരസ്കാരം കൊടുക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. അതിനുശേഷം എല്ലാവർക്കുമായിട്ടൊരു സമൂഹ സദ്യ ക്രമീകരിക്കുന്നു. 27 തീയതി വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പള്ളിയിൽ നിന്ന് പകൽ ക്ലാസ് ആരംഭിച്ച് നോട്ടീസ് കൊടുത്തിരിക്കുന്ന റൂട്ട് അനുസരിച്ച് തിരികെ 5 മണിയോടുകൂടി ഇവിടെ എത്തി അഭിനന്ദ
കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്ത മനസ്സിന്റെ പ്രധാന പ്രാതിനിധ്യത്തിന് ശ്ലൈഹികമായോടുകൂടിയാണ് പെരുന്നാളിന്റെ പ്രധാന ശുശ്രൂഷകൾക്ക് സമാപനം കുറിക്കുന്നത്. അതിൽ തുടർന്ന് കൊടിയിറക്കം 28-ാം തീയതി രാവിലെ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, വൈകിട്ട് 7 മണിക്ക് പള്ളിഭാഗം പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തില് ജീസസ് പ്രഭാസ് എന്നുള്ള ബൈബിൾ നാടകത്തോടുകൂടിയാണ് പെരുന്നാളിന്റെ സമാപനം ഔദ്യോഗികമായിട്ട് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പൊതുവായിട്ട് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങുകൾക്ക് ശുശ്രൂഷകൾക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ആദരപൂർവ്വം സന്തോഷപൂർവ്വം സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലെ വാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപരിയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ പ്രാർത്ഥനാവശ്യങ്ങൾക്ക് ദൈവം സഹതായുടെ മധ്യസ്ഥയില് അനുഗ്രഹം കൊടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയട്ടെ. മുൻ വർഷങ്ങളിലൊക്കെ പെരുന്നാളിന്റെ അനുഭവം പറയുമ്പോൾ പെരുന്നാൾ കുടിയേറ്റുന്നതിൽ വ്രതമെടുത്ത് അത് ഇടവയിലെ ആളുകൾ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരും മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും വ്രതമെടുത്ത, അതായത് നോമ്പെടുത്ത് ഇവിടെ വന്ന ഈ പെരുന്നാൾ ചടങ്ങുകളിൽ സംബന്ധിച്ച് അവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന എന്നുള്ള വലിയ അനുഭവം നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ വർഷവും അതിനുള്ള അവസരം ഈ പെരുന്നാൾ ദിവസങ്ങളുണ്ട്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും സഹായവും എല്ലാം അഭ്യർത്ഥിക്കുന്നു. ഉപരിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരിലും എത്തിക്കുന്ന പ്രധാന കടമയും ചുവടിയിരിക്കുന്നതാണ് നിർവഹിക്കുന്നത്. ഈ വർഷങ്ങളിലൊക്കെ ചെയ്ത എല്ലാ നല്ല സേവനങ്ങളെയും ഈ കഴിഞ്ഞ ദിവസം വരെയും ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഹൃദയപൂർവ്വം ശ്ലാഘിക്കുകയും ഹൃദയമായിട്ട് ഞങ്ങളിലൊക്കെ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന് വേണ്ടുന്ന മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത് അനുഗ്രഹപ്രദമാക്കുന്നു. 1-ാം തീയതി പ്രഖ്യാപന സമ്മേളനത്തിന് പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതായത് അടുത്ത ഞായറാഴ്ച രാവിലെ 9 മുതലാണ് നമ്മുടെ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സംബന്ധിച്ച് ധന്യവാദം.